ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്ന മെറ്റ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ. മെറ്റയുടെ പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകൾ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക്. കോടിക്കണക്കിന് ആൾക്കാരാണ് ഈ ലോകത്ത് ഈ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിച്ച് നിൽക്കുന്നത്, അല്ലെ? അപ്പോൾ നമ്മൾ എന്ത് നിൽക്കിയാലും എന്ത് തൊട്ടാലും നമുക്ക് എന്തും കാണാമെന്നുള്ളൊരു കാര്യം നിയന്ത്രണം കൊണ്ടുവരാണ്. ഇനി പൈസ കൊടുത്താലേ കാണാൻ കഴിയുള്ളൂ. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? എന്നാൽ ഈ ഡിസംബർ മാസം തൊട്ടിട്ട് അത് ഒരു ടെസ്റ്റ് ആയിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. തുടങ്ങിക്കഴിഞ്ഞ് ഇനി വരും കാലങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇതിന്റെ കറക്റ്റ് ആയിട്ട് ആ നിയന്ത്രണങ്ങൾ കൂടുതലായിട്ട് വരും. ഇനി കറക്റ്റ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ബിസിനസ് പ്ലാറ്റ്ഫോമുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അതായത് ഒരു എക്സാമ്പിൾ പറയാമെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം. നമുക്കറിയാം, ഒരു ദിവസം നമുക്ക് ഒരുപാട് ലിങ്ക് വരും. ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നോക്കുമ്പോൾ ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിക്കാം. ആ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ചിലപ്പോൾ നമുക്ക് ഫേവറേറ്റ് ആയിരിക്കും ആ മാധ്യമ സ്ഥാപനം. അപ്പൊ അവരുടെ ഒരുപാട് വാർത്തകളുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലിങ്കിൽ തൊട്ടാൽ നമുക്ക് വായിക്കാം. ഒരു ദിവസം തന്നെ എത്രയോ പേര് ചിലപ്പോ എത്രയോ ലിങ്കുകൾ നമുക്ക് വായിക്കാൻ കഴിയും. പക്ഷെ അതിനാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞാട്ടോ, ഇതേപോലെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് ബിസിനസ് ലോകത്തിൽ. ഇനി മാസത്തിൽ 2 ഓർഗാനിക് ലിങ്കുകൾ മാത്രമേ അവർക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റയ്ക്ക് ഇവർ പൈസ കൊടുക്കണം. അതിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് സബ്സ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ പൈസ കൊടുത്തിട്ട് അത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ബാക്കി അവർക്ക് ലിങ്ക് ഇതിൽ പ്ലാറ്റ്ഫോമിൽ ഇടാൻ കഴിയുള്ളൂ. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. ആദ്യം നമുക്ക് വാരി വലിച്ച് വ്യൂവേഴ്സിനെയും പിന്നെ ആൾക്കാരെയും കസ്റ്റമേഴ്സിനെയും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ നമുക്ക് ഈ വാരി വെച്ച് എന്തും ഇടാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കടുത്ത നിയന്ത്രണമാണ് സോഷ്യൽ മീഡിയയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു നിയന്ത്രണമാണ് ഇത് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇനി ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താ വെച്ചാല് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിന് മെറ്റ ലക്ഷ്യം വെക്കുന്നത്. ഒന്നെന്താ വെച്ചാല് അവരുടെ വരുമാനം കൂട്ടുക. അവർക്ക് മനസ്സിലായി ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ പറഞ്ഞാല് അതില്ലാതെ ഈ ലോകം ഇല്ലാന്ന്. എല്ലാ ആൾക്കാരും ഇതിൽ മുഴുകിയിരിക്കുകയാണ്. എല്ലാ ബിസിനസ്സും ആൾക്കാരും ഇപ്പൊ വ്യക്തിപരമായിട്ട് നമ്മളൊക്കെ ഇത് ഉപയോഗിക്കുകയാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, കാണുന്നു. അപ്പോൾ ഒരു കസ്റ്റമേഴ്സ്, ഒരു ചെറിയ കുട്ടിയെ തൊട്ടിട്ട് പ്രായഭേദമില്ലാതെ എല്ലാവരും ഓടിക്കേറുന്ന ഒരു സംഭവമായി, ഓടിക്കേറി എന്ന ബസ് എന്ന് പറഞ്ഞ പോലെ ഓടിക്കേറുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക്. അപ്പൊ അത് ഒരു നന്നായിട്ട് യൂസ് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ വരുമാനം കൂട്ടുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ. വരുമാനം കൂടുന്നത് അവർക്കാണ് കൂടുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് ഈ അനാവശ്യ കുറേ ഇതുണ്ട്, അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യപ്പെട്ട കുറച്ച് ഇതുണ്ടെങ്കിലും അനാവശ്യമായിട്ട് ലിങ്ക് നെക്കിയാൽ ഈ വേറെ എന്തൊക്കെയോ പോവുക, അതുപോലെ അക്രമം നടക്കുക, പിന്നെ ഈ ലിങ്ക് തൊട്ട് കഴിഞ്ഞാൽ കുറെ വിപത്തുകൾ സംഭവിക്കുക, ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് മാറി കിട്ടും. പറയാൻ കാരണം ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ പൈസ കൊടുത്തിട്ട് ഇത് ചെയ്യുള്ളൂ. അപ്പൊ ഈ അനാവശ്യം ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ മാത്രം കൊണ്ടുവരിക. ക്വാളിറ്റി ഇല്ലാത്തതും മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്ന അവസ്ഥയിലുള്ള ആ ലിങ്കുകളൊക്കെ എടുത്ത് ഒഴിവാക്കാം. അതൊരു നല്ല കാര്യമാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഇപ്പൊ ഇതിൽ മെയിൻ ആയിട്ടുള്ള നടക്കാൻ പോണത്. ഇനിയിപ്പോ ഇതിൽ ചെയ്യാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ മാസത്തിൽ ഓർഗാനിക് ആയിട്ട് 2 ലിങ്ക് ഇടാന്നാണല്ലോ പറഞ്ഞത്, പൈസ കൊടുക്കാണ്ടേ. അപ്പൊ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള 2 കാര്യങ്ങൾ 2 ലിങ്ക് ഇടുക മാസത്തിൽ. അതാണ് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. വേറെ ആയാലും കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബിസിനസ് രംഗമായാലും നമ്മളെ കലാപരമായിട്ടുള്ള കാര്യമായാലും ബിസിനസ് രംഗത്തിനാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതിന് ഒരു പണി കിട്ടുക. അപ്പൊ ഏതൊരു ഫീൽഡ് ആണെങ്കിലും നമ്മള് മാക്സിമം ഇപ്പൊ കിട്ടുന്ന അവസരത്തിൽ മാക്സിമം നമ്മള് എഫേർട്ട് എടുത്തിട്ട് നമ്മളെ മാക്സിമം സ്കില്ല് നമ്മള് സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളതായിട്ടുള്ള മാർക്കറ്റും വാല്യൂ ഉയർത്തുക. അത്രേ ഉള്ളൂ. അപ്പൊ ഭാവിയിൽ ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഈ ലിങ്കിന് പൈസ വയ്ക്കുന്ന ആൾക്കാർ ഭാവിയിൽ വേറെ എന്തിനാ പൈസ വയ്ക്കാന്നൊന്നും പറയാൻ പറ്റൂല. ഇനി ഓര് ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടി വരും. പറയാൻ ഓരോ പടുത്തു ഉയർത്തിയ ഓരോ ബുദ്ധിയുള്ള സംഭവങ്ങളാണ് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ തുടങ്ങിയ സംഭവങ്ങളൊക്കെ. അത് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ അവരെന്ത് പറഞ്ഞാലും എന്ത് മാറ്റം കൊണ്ടാലും ആ കമ്പക്ക് എതിർക്കാനൊന്നും കഴിയില്ല. നമ്മളത് സ്വീകരിക്കാന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ കിട്ടുന്ന അവസരത്തിൽ മാക്സിമം എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തിട്ട് പണിയെടുത്തിട്ട് നമ്മളെ മാർക്കറ്റ് ഉയർത്തുക. നമ്മളെ കാര്യങ്ങൾ ഏത് രംഗത്താണെങ്കിലും അത് ഉയർത്തുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് ഒരു അടിത്തറ പാകി വെച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാണ്ട് നമ്മൾ അതിലെന്നെ നോക്കി നിന്നാല് എന്തോ വരും, പൈസ കൊടുത്ത് പിന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാൻ. ഒരു ഇമ്പോർട്ടന്റ് ഒരു ന്യൂസ് ആയിട്ട് തോന്നി. എല്ലാവരും ഈ ലോകത്താണല്ലോ, സോഷ്യൽ മീഡിയ ലോകത്താണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്.
അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വാർത്തകളും കാര്യങ്ങളും വിശേഷങ്ങളും റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, ഇവൻ വിശ്വനാഥൻ, ബൈ.